ആർക്കും പുറത്തിറങ്ങി നടക്കുവാൻ സാധ്യമല്ലാത്തതായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ബത്തേരി ടൗണിൽ പോലും കാട്ടാന നടന്നു പോയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ഉള്ള സ്ഥാനം മൃഗങ്ങൾക്ക് കൊടുക്കണം, മനുഷ്യനുള്ള സ്ഥാനം മനുഷ്യർക്കും കൊടുക്കണം. ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നതും കുറയാനായിട്ട് സാധ്യമല്ല. വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. എന്തിനാ നമുക്കിങ്ങനെ വെറുതെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു വോട്ടിന് വേണ്ടി മാത്രം വരുന്ന പോലെ സ്ഥാനാർത്ഥികൾ? വോട്ട് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളത് ഓരോ യുവജനങ്ങളും തീരുമാനിക്കും. ഒരു പറ്റം യുവജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ജയിക്കണോ ജയിക്കണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെ, നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കണം. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ ഏറ്റവും താഴേക്കടയിലുള്ള ഏറ്റവും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ വികസനം പൂർണ്ണമാവുന്നത്. ഏതെങ്കിലും ഒരുത്തരം കയറ്റിയിരിച്ചിട്ട് കാര്യം നാടിന് വേണ്ടി പ്രയത്നിക്കുന്ന ഏതെങ്കിലും ഒരു ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്താൽ നമുക്കിനി അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്ത് നമ്മൾ വോട്ട് ചെയ്യും? ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ ആ സമയത്ത് വളരെ ധൃതിയിൽപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവമായുള്ള കാര്യം. ഞങ്ങളുടെ സമുദായത്തിന് ആരാണോ സംരക്ഷണം നൽകുന്നത്, ന്യായമായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരാണോ നടപ്പിലാക്കി തരുന്നത്, അവർക്ക് ഞങ്ങളുടെ വോട്ട്. ഇതിൻ്റെ അടുത്ത കാലത്ത് നമ്മുടെ ഭരണഘടന പോലും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭരണഘടനയുടെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കുന്ന ജനപ്രതിനിധികൾ പാർലമെൻറ്റിൽ വരണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരിയിലെ ധർമ്മപീഠം ബിഷപ്പ് ഹൗസിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. വയനാട് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം ബത്തേരി രൂപതയുടെ 75% വിശ്വാസികളും ദേവാലയങ്ങളും ഉൾക്കൊള്ളുന്നത് ഈ വയനാട് ലോക്സഭ മണ്ഡലത്തിലാണ്. ബത്തേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇടവകകൾ ഉള്ളത് ഈ വയനാട് ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം ഈ ബത്തേരി രൂപതയ്ക്ക് ദേവാലയങ്ങളുണ്ട്. ബത്തേരി രൂപതയുടെ അധ്യക്ഷനും CBCയുടെ വൈസ് പ്രസിഡൻറ്റുമായ ബിഷപ്പ് ജോസഫ് മാർ തോമസ് പിതാവിനെ നമുക്ക് കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും VIP മണ്ഡലമാണ് വയനാട് ലോക്സഭ മണ്ഡലം. കഴിഞ്ഞ ടൈമിൽ രാഹുൽ ഗാന്ധി ജയിച്ചു. ഈ വർഷം രാഹുൽ ഗാന്ധി നിൽക്കുന്നു. CPIയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആനി രാജ CPM LDFിൽ നിൽക്കുന്നു. ഇങ്ങനെയെല്ലാം ഈ ഒരു മത്സരം ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ബത്തേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മേജർ പോർഷൻസ് വിശ്വാസികൾ കിടക്കുന്നത് ഈ വയനാട് മണ്ഡലത്തിൻ്റെ അകത്ത് തന്നെയാണ് ദേവാലയങ്ങൾ. എന്താണ് നമ്മുടെ വിശ്വാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ ഈ ഒരു ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചിടത്തോളം? വയനാടിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചും പ്രത്യേകമായ ചില വിഷയങ്ങളുണ്ട്. വയനാട് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 50 ജില്ലകളിലൊന്നാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹിക സേവനപരമായും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. ഇവിടെയുള്ള ആ ജനങ്ങളിലെ ഒരു നല്ല ശതമാനം, ഏതാണ്ട് 20% ആദിവാസികളാണ്. ഇന്ത്യ വികസിച്ച് ഒന്നും ലോകത്തിലെ 3ാമത്തെ സമ്പന്ന രാജ്യമാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് കുറേ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ആ വികസനത്തിൻ്റെ നന്മകൾ ഈ സമൂഹത്തിലെ, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള പിന്നോക്ക ജില്ലകൾക്ക് ഒരു നന്മയായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും പാവങ്ങൾ കൂടുതൽ പാവങ്ങളാകുകയും ചെയ്യുന്ന ഒരു വലിയ വിഭജനം നമ്മുടെ വികസനത്തിൽ ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശം ലോകത്തിൽ നമ്മൾ കൊടുത്തിരിക്കാൻ മതേതരത്വമാണ്. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒരുപോലെ ഒന്നിച്ചു വാഴുന്ന വളരുന്ന ഒരു ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഈ കാലഘട്ടത്തിൽ വലിയ ആഘാതമേറ്റിട്ടുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങളെ ഒന്നിച്ച് സന്തോഷിച്ചു പോകുന്ന ഒരു കാലത്തിൽ നിന്ന് മതങ്ങളെ വിഭജിച്ച് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാറ്റുന്ന പ്രവണത, ഒരു പ്രത്യേക വിഭാഗത്തെപ്പറ്റി നമ്മൾ പറയുന്നത്, നമ്മുടെ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭജനം, അത് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ ഏൽക്കുന്ന വലിയൊരു മുറിവാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഇലക്ഷൻ നേരിടുന്ന അവസരത്തിലൊക്കെ നമ്മുടെ സനാതന മൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത നേതൃത്വം കൊടുക്കുവാൻ സാധ്യമാകുന്ന വ്യക്തികളെ ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ച് അറിയുന്നതാണ്. അതുപോലെ സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള മനുഷ്യർ,
പ്രത്യേകിച്ച് SC ST OBC വിമൻ തുടങ്ങിയതായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഈ വികസനത്തിൻ്റെ ഒരു ഭാഗഭാഗിത്വം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വികസനം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതിൻ്റെ വിഭജനം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാവുന്നതിൽ വൺ സൈഡഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വളർന്ന് വികസിക്കുവാൻ സാധ്യമല്ലാത്തൊരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആരെങ്കിലും പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചതാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വളരെയേറെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ലോകത്തിൻ്റെ പോലും ശ്രദ്ധ ആകർഷിക്കത്ത രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്ര നേതൃസ്ഥാനത്ത് വരുന്നവർ ഇതിനെപ്പറ്റി നല്ല ബോധ്യമുള്ളവരും ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിച്ച് കാണുവാനും ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുവാനും നമ്മളെ ലോകത്തിന് കൊടുത്ത സാഹോദര്യത്തിൻ്റെയും അഹിംസയുടെയും സമത്വത്തിൻ്റെയും നന്മയുടെയൊക്കെ ആ ഒരു വലിയ ചിന്തകൾ ആധുനിക ലോകത്ത് ഭാരതം വളരുന്നതോടൊപ്പം തന്നെ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അടയാളമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നു. അദ്ദേഹം നമുക്കെല്ലാം അറിയാവുന്ന പോലെ മതേതരത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും അതുപോലെ നമ്മുടെ രാഷ്ട്ര നന്മയുടെയൊക്കെ അടയാളമായിട്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് വയനാടിന് അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യമാകുന്ന ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നിഷേധിക്കുവാനായിട്ട് സാധ്യമല്ല. പക്ഷേ അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമല്ല എന്ന് പറയാനായിട്ടാണ് ആഗ്രഹം. പല കാരണങ്ങൾ അതിനുണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു VIP മണ്ഡലം എന്നുള്ള നിലയിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുവാനും എല്ലാവരെയും സന്ദർശിക്കുവാനും അദ്ദേഹത്തെ പല പ്രാവശ്യം കാണുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം അരമനയിൽ വന്നിട്ടുണ്ട്, പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓൾ ഇന്ത്യ നേതാവെന്നുള്ള നിലയിൽ മറ്റ് MP-മാർ വരുന്ന പോലെയുള്ള ഫ്രീക്വൻസി ഇവിടെ ലഭിക്കുവാനായിട്ടുള്ള പ്രയാസമുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് ഇടപെടാനും സംസാരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യമൃഗ ആക്രമണമാണ്. 2-3 പേരെ മരിച്ച അവസരത്തിൽ അദ്ദേഹം വീടുകളിൽ പോവുകയും അവർക്ക് സാമ്പത്തികമായ സഹായം നൽകുകയും പ്രത്യാശ നൽകുകയൊക്കെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാവുന്ന പോലെ എപ്പോഴും മറ്റ് MP-മാരെ പോലെ ഇവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു വലിയ കുറവുണ്ട്. എങ്കിലും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെയും അതുപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇന്ത്യയുടെ ചില ആന്തരിക നന്മകളുടെയൊക്കെ പ്രതീകമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. അതേപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യക്തിയെന്ന് പറയുന്ന ആനി രാജയെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ള ആളാണ്. ഈ പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന, മലബാറിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ശ്രീമതി ആനി രാജ ഇവിടെ വരികയും കാണുകയും സംസാരിക്കുകയും അവർ രണ്ടുപേരും ഒരേ കാര്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലാണെന്നുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നും പറയാനായിട്ട് സാധ്യമല്ല. രണ്ടുപേരും നമുക്ക് സ്വീകാര്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സാണ്. അവർ രണ്ടുപേരും ഇന്ത്യയുടെ നന്മയിൽ പ്രത്യേകമായിട്ട് നേതൃത്വം കഴിവുറ്റവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ ജനങ്ങളെ ചിന്തിച്ച് അതിൽ ഏറ്റവും നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ആളിനെ തിരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള രാഷ്ട്രത്തിൻ്റെ നേതൃത്വം. നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന പല നല്ല സാംസ്കാരിക സാമൂഹിക കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ളത്. വെല്ലുവിളികൾ നേരിടുന്ന അനേകം മേഖലകളുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസി ജനവിഭാഗത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള നന്മകൾ ലഭിക്കുന്നില്ല, അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല. അവരുടെ നല്ല സംസ്കാരവും അവരുടെ ജീവിത ശൈലിയൊക്കെ പലപ്പോഴും തകർക്കപ്പെടുന്നതായ സംഭവങ്ങൾ ഇവിടെയുണ്ട്. ആദിവാസികൾ, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ അമ്മമാർ, സഹോദരിമാർ, അതുപോലെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഇവിടുത്തെ വന്യമൃഗ ആക്രമണമാണ്. വന്യമൃഗ ആക്രമണം കൊണ്ട് ആർക്കും പുറത്തിറങ്ങി നടക്കുവാൻ സാധ്യമല്ലാത്തതായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ബത്തേരി ടൗണിൽ പോലും കാട്ടാന നടന്നു പോയിട്ടുണ്ട്. രാവിലെ ഇറങ്ങുന്ന അവസരത്തിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലും അരമനയിലും ഒക്കെ കടുവായും ആനയൊക്കെ നിൽക്കുന്ന ഒരു സംവിധാനം വരുന്നു എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായ കാര്യമാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ വേണ്ടതായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് പൊതുജനങ്ങൾക്കുള്ള ഒരു പരാതിയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഈ വിഷയത്തിൽ ഉദാസീനത കാണിക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരും അനുഭവിക്കുകയും പൊതുജനങ്ങൾ ഒന്നിച്ച്, കക്ഷി രാഷ്ട്രീയമോ മതമോ ഒന്നും കൂടാതെ എല്ലാവരും ഒന്നിച്ച് ഉയർത്തുന്നതായിട്ടുള്ള
ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്, എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഈ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാതെ മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനത്തെ താങ്ങി നിർത്തുക എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭരണാധികാരി ഇവിടെ MP മാരായിട്ടോ അല്ലെങ്കിൽ MLA മന്ത്രി ആരാണെന്ന നിലയിൽ ഒന്നാമതായിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഒരു ഭരണക്രമം ഉണ്ടാകണം. വയനാട്ടിലും അത് മാത്രമല്ല കേരളത്തിലെ എല്ലാ മലയോര ജില്ലകളിലും ഇത് ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ തിരുവനന്തപുരം പട്ടണത്തിൽ പോലും അറിയാവുന്ന പോലെ കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പന്നികളൊക്കെ യഥേഷ്ടം വ്യാപരിച്ച് നടക്കുന്നു. കടുവയും ആനയും പുലിയും ഒക്കെ ഇവിടെ നടക്കുന്നപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധ്യമല്ല, യുവജനങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധ്യമല്ല, അമ്മമാർക്ക് കുടുംബത്തെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധ്യമല്ല സാഹചര്യങ്ങൾ, ജോലി ചെയ്യാൻ അതുകൊണ്ട് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധി വളരെയേറെ ശക്തമാകുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള മുന്നേറ്റം പ്രത്യാശയെല്ലാം തകരുന്നതായ ഒരു സാഹചര്യം വയനാട്ടിൽ നിൽക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് MP ആകുന്നത് ആരായിരുന്നാലും ഈ വിഷയങ്ങളാണ് വയനാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ വിഷയം. ഇതിന് പരിഹാരം കാണണം എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരുപക്ഷെ ഇലക്ഷന് അങ്ങനെയുള്ള ഒരു ചിന്ത കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജനനേതാക്കന്മാർ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള താല്പര്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, നമ്മൾ ഈ വയനാട് ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 20%ഒക്കെയാണ് നമ്മൾ ക്രൈസ്തവരുടെ വോട്ട്. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വളരെ ന്യൂനപക്ഷമായിട്ട് ക്രൈസ്തവർ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ പല മേഖലയിലും ഇപ്പോൾ ഈ വയനാട് വന്യജീവി ആക്രമണത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ പല പ്രക്ഷോഭങ്ങളും നമ്മൾ പല രൂപതകളുടെയും ക്രൈസ്തവ നടത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു നിഷേധാത്മകമായ രീതിയിൽ ചില അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് ചിന്തയിൽ പലപ്പോഴും തോന്നിപ്പോവാണ്. ഈ ചില നിലപാടുകൾ എടുക്കുന്നില്ല, പെട്ടെന്ന് എടുക്കേണ്ട ചില നടപടികൾ അവരെടുക്കാണ്ട് മാറിപ്പോകുന്നു. പലവട്ടം ആവശ്യപ്പെടുക അതെല്ലാം നമ്മൾ ഈ ഒരു ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ ക്രൈസ്തവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ അത് കാണുന്നുണ്ടോ? അങ്ങനെ ന്യൂനപക്ഷം എന്നുള്ളതിൽ അകറ്റി നിർത്തുന്നതായിട്ടുള്ള അവസ്ഥയുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ന്യൂനപക്ഷം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിഷയം. ചില ന്യൂനപക്ഷങ്ങൾ പൊതുവിഷയങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് സംഘടിതമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷം വളരെ വികലമായ രീതിയിൽ അതിന് നമുക്കറിയാവുന്ന പോലെ ഞാനിത് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പല ഗ്രൂപ്പുകളായിട്ട് അവരുടെ ശക്തി ശോഷിച്ച് പോകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പലയിടത്തും അവഗണന ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വോട്ട് ബാങ്കാണ്. അപ്പോൾ ഒന്നിച്ച് വോട്ട് കിട്ടുന്ന ഏതാളിനെയും രാഷ്ട്രീയ കക്ഷികളെ ശ്രദ്ധിക്കും. നമുക്ക് ഈ അടുത്ത കാലത്തായിട്ടൊരു 4-5 വർഷമായിട്ട് ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. സഭയ്ക്കുള്ളിലെ വിഷയങ്ങളുണ്ട്, പുറത്തുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ അത് വീണ്ടെടുക്കുന്നില്ല എന്ന നിലയിൽ ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ കർഷകർക്ക് മുന്നോട്ട് വരുവാനായിട്ട്, ക്രൈസ്തവർക്ക് മുന്നോട്ട് വരുവാനായിട്ട് പ്രയാസമുണ്ടാകും. അതിൻ്റെ കൺസോളിഡേഷൻ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ തന്നെ ഉണ്ടാകണം. അതിൽ നമ്മൾ പരാജയപ്പെടുന്നു, മറ്റുള്ളവരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ പിതാവ്, താങ്ക് യു. അപ്പോൾ പിതാവ് CBCയുടെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. ഭാരത കത്തോലിക്ക സഭ ഭാരതത്തിൽ ഈ ഒരു ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരുടെ അവസ്ഥയും കൂടി ഇന്ന് കഴിഞ്ഞ CBC മീറ്റിങ്ങിൽ ഒരുപാട് ചർച്ച ചെയ്തതും കൂടിയാണ് ഈ ഒരു വിഷയം. അതിനെക്കുറിച്ച് പിതാവിന് പറയാനുള്ളത്. നമ്മളെ ഭാരതത്തിലെ ക്രൈസ്തവർ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തോട് ഏറ്റവും വലിയ ആദരവും സ്നേഹവും പുലർത്തുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവർ. ഒരിക്കൽ പോലും ഇന്ത്യയുടെ ദർശനത്തിനോ അല്ലെ ആത്മാവിനോ പ്രയാസം വരുത്ത രീതി ഒരു കാര്യവും ക്രൈസ്തവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. ഭരണഘടനയിൽ നിന്ന് നമുക്ക് നീതിപൂർവമായിട്ടുള്ള സമീപനം ലഭ്യമാകുമെന്ന് മുൻകാലങ്ങളിലെ ഭരണാധികാരികൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ അടുത്ത കാലത്ത് നമ്മുടെ ഭരണഘടന പോലും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭരണഘടനയുടെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കുന്ന ജനപ്രതിനിധികൾ പാർലമെൻറ്റിൽ വരണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും തുല്യ നീതിയും തുല്യ അവസരങ്ങളിൽ ലഭ്യമാക്കാൻ സാധ്യമാകുന്ന ഭരണക്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ക്രൈസ്തവരുടെ പ്രത്യേകമായ ചിന്ത. അതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ. അത് പലതും നമുക്കറിയാവുന്ന പോലെ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുണ്ടാകുന്ന പീഡനങ്ങളാണ്. അനേകം പീഡനങ്ങൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ. അതിനൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഭരണാധികാരികൾക്ക് അതൊക്കെ തടയാൻ സാധ്യമാകുന്നതായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഭരണാധികാരികളുടെ ഒരു ഉദാസീനത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പുതിയ നമ്മൾ ലോകസഭ വരുമ്പോൾ
ഈ വക വിഷയങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഭരണഘടന സംരക്ഷിച്ച് ജനാധിപത്യ ക്രമം സംരക്ഷിച്ച് ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നിച്ച് സന്തോഷിച്ച് വളരുന്ന ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ളവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവരുടെ പ്രത്യേകമായ ചിന്താഗതി. എല്ലാ ദിവസവും ആനയുടെ ശല്യം നേരിടുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ നമസ്കാരം. ഇപ്പോൾ ഇതാണ് കാട്, ചേട്ടൻ്റെ വീട് കാണുന്നതാണ്. എന്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം? ഇവിടെ ഡെയിലി ആന, അതായത് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആന ഇറങ്ങും. ഞങ്ങൾക്ക് ഇവിടെ ഒരു സോളാർ ഫെൻസിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ട്രഞ്ച് ഉണ്ടായിരുന്നു. അതൊരു പുതിയ പദ്ധതിയുടെ പേരിൽ, പുതിയ പദ്ധതി വന്നതിൻ്റെ പേരിൽ അതെല്ലാം നികത്തി ആ ഫെൻസിങ് എടുത്ത് കളഞ്ഞു. പല സ്ഥലങ്ങളിലും ആന വരാനുള്ള കിടങ്ങ് മൂടിയിട്ട് പുതിയ ഒരു വഴി വെട്ടി പിന്നെ ക്രാഷ് കാർഡ് ഫെൻസിങ് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ആ പദ്ധതി മുടങ്ങിപ്പോയി. അതിൻ്റെ കാര്യകാരണങ്ങൾ എനിക്കറിയത്തില്ല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇത് ഫണ്ട് പാസ്സായി എന്നും പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇവിടെ വലിയ ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് 7.5 കോടി പാസ്സായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ക്രാഷ് കാർഡ് ഫെൻസിങ് വരും എന്നും പറഞ്ഞ് പോയി. പക്ഷേ പിന്നീട് അത് വന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ കണക്കാക്കിയിട്ട് ഇപ്പോൾ ഇവർ ഇത് വരുമെന്നും പറഞ്ഞ് ഇവിടെ JCB ഉപയോഗിച്ച് ഫുള്ള് നിരത്തിയിട്ടിട്ട് പോയി. അപ്പോൾ പിന്നീട് ആ പദ്ധതി പോയി, അത് ഫണ്ട് പാസ്സായിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തൊട്ടടുത്ത് കിടക്കുന്ന ജനങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന ഒരു ആന വരാതിരിക്കാനുള്ളൊരു തടസ്സം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആനയ്ക്ക് ഓപ്പണായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ടാണുള്ളത്. ഞങ്ങൾക്ക് ഒരു സന്ധ്യ ആകുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു രോഗീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് വരികയില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ആന റോഡ് ബ്ലോക്കായിട്ട് ഒരു വണ്ടി വരികയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ അവരെ കൊണ്ട്, അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടുന്ന് പോകും, നേരത്തെ തന്നെ. അപ്പം പെട്ടെന്ന് രാത്രിയിൽ ആകസ്മികമായിട്ട് രോഗം വന്നാൽ അതിനൂടെ കിടന്ന് മരിക്കാമെന്നല്ലാതെ ഒരു വണ്ടിക്കാരൻ വരികയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഇത് കാടാണ്, കാടിനോട് ചേർന്ന് തന്നെ നാടാണ്, പക്കാ നാട്. ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നു. കല്ലുവേൽ സെൻറ്റ് മേരീസ് പള്ളിയുടെ തൊട്ട് പുറകിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കല്ലുവേൽ. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഇത്രയും ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്, കുട്ടികളുണ്ട്, ഇത്രയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാട് വളരെ ഓപ്പൺ ആക്കി ഇടാനായിട്ട് നിങ്ങളപ്പോൾ ഇതിൻ്റെ അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചില്ലേ? ഇതിൻ്റെ അധികൃതർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇവർ പറയുന്നു ആദ്യം ട്രെഞ്ച് പോരി, അപ്പോൾ ട്രെഞ്ച് ഇടിച്ച് ആന ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റേ സോളാർ ഫെൻസിങ് ഉണ്ടായിരുന്നത്. സോളാർ ഫെൻസിങ്ങും ഈ ട്രെഞ്ചും കൂടി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു ഒരു പരിധി വരെ നമുക്കൊരു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും പോയി, സോളാർ ഫെൻസിങ്ങും പോയി, ട്രെഞ്ചും പോയി. അതൊരു പുതിയ പദ്ധതിയുടെ പേരിലാണെന്ന് വിചാരിക്കണം. അതായത് ക്രാഷ് കാർഡ് ഫെൻസിങ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇത് പൊളിച്ചത്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതായി. ക്രാഷ് കാർഡ് ഫെൻസിങ്ങും ഇല്ല, സോളാർ ഫെൻസിങ്ങും ഇല്ല, ട്രെഞ്ചും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഓപ്പണായി, കാടും നാടും ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും ഞങ്ങളിപ്പോൾ പറഞ്ഞില്ല, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇവരിത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 7.5 കോടി ഇവിടുത്തെ MLA പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഫ്ലക്സ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കിട്ടും ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടില്ല. വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞു പോയ സ്ഥാനാർത്ഥികൾ തന്നെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തായിരിക്കും അവരോട് പറയുന്നത്? അല്ല, ഞങ്ങൾക്കിനി ഏത് സ്ഥാനാർത്ഥി വന്നാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു, പൊതുവായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, വ്യക്തിപരമായിട്ട് വെച്ചാൽ വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. എന്തിനാ നമുക്കിങ്ങനെ വെറുതെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു വോട്ടിന് വേണ്ടി മാത്രം വരുന്ന പോലെ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രം നമ്മുടെ വീട് സന്ദർശിക്കുകയും നമ്മളെ കൈവക്കിച്ചിരിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 5 കൊല്ലത്തേക്ക് ഇവർ നമുക്ക് കാണാനില്ല. അങ്ങനെ ഒരു പിന്നെ സ്ഥാനാർത്ഥികളായാലും ഒരു MLA ആയാലും അല്ലെങ്കിൽ ആരായാലും നമുക്ക് വേണ്ട അങ്ങനെയുള്ള ആളുകളെ. അപ്പോൾ വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ കൂടി അത് ബഹിഷ്കരിക്കുമ്പോഴാണ് നമ്മുടെ എന്താണെന്നുള്ള പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുകയുള്ളൂ. ഈ ഇലക്ഷൻ്റെ സമയത്താണല്ലോ അവർ നമ്മുടെ അടുത്ത് വരുള്ളൂ. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് അവരെ നമ്മൾ വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹിഷ്കരിച്ച് നിൽക്കുക. അപ്പോൾ അവരതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരാവട്ടെ. അല്ലാതെ അവർ ബോധവാന്മാരാവില്ല. അവർ ജയിച്ചു പോയി കഴിഞ്ഞാൽ അവരോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കഴിഞ്ഞ 3.5 വർഷം മുമ്പ് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ച് വോട്ട് വാങ്ങിപ്പോയതിന് ശേഷം ഇപ്പോൾ ചതിക്കപ്പെട്ട രീതിയിലാണ് ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ. എനിക്കൊന്ന് ബിജു ചേട്ടൻ മാത്രം നേരത്തെ പറഞ്ഞൊരു വോട്ട് ബഹിഷ്കരണം, ബിജു ചേട്ടൻ്റെ മാത്രം നിലപാടല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ ജീവിക്കുന്നവരെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെ ആയിട്ട്.
നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങാൻ വൈകുന്നേരമായ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് എന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഭയത്തോടെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്ന് തന്നെ. തീർച്ചയായിട്ടും അപ്പോൾ തിരഞ്ഞെടുപ്പ് വരാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വരാണെങ്കിൽ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. അല്ല, അത് ഇനിയിപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മതി. എന്തിനാ വോട്ട് ചെയ്ത് വെറുതെ ആളുകൾ, നമ്മളൊരു പൗരൻ്റെ അവകാശമാണ് അത് വോട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു അവകാശം നമ്മൾ വെറുതെ ദുർവിനിയോഗം ചെയ്തിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരുത്തരം കയറ്റി ഇരുത്തിയിട്ട് കാര്യമില്ല. നാടിന് വേണ്ടി പ്രയത്നിക്കുന്ന ഏതെങ്കിലും ഒരു ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്താൽ നമുക്ക് ഇനി അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്ത് നമ്മൾ വോട്ട് ചെയ്യും. നമ്മളങ്ങനെ ചെയ്തിട്ടുമുണ്ട്. രോഗികളായ ആളുകളൊക്കെ പിന്നെ കസാരയിലൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ വോട്ടുകൾ ചെയ്തിരുന്ന കാലങ്ങളുണ്ട്. പക്ഷേ ഇനി അതൊക്കെ വെറുതെ വേസ്റ്റായി നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയവും കളഞ്ഞ് ഇവരെയൊക്കെ കയറ്റിവിടുന്നില്ലാണ്ട് നാടിന് നന്മ ചെയ്യാൻ ഒരു ജനപ്രതിനിധികൾ നമുക്കില്ലാത്ത ആളുകൾക്ക് നമ്മളെന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഏക്കർ കണക്കിന് പാടങ്ങൾ കൃഷി ചെയ്യാതെ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. ഈ പാടങ്ങളെല്ലാം കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ദാരിദ്ര്യം ഒരു പരിധിവരെ ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ കൂലിപ്പണി എടുത്തിട്ട് വേണം അന്നു ജീവിക്കാൻ. അതായത് കിട്ടുന്ന സർക്കാരിൻ്റെ റേഷനറി കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഈ രീതിയിൽ ഈ വെള്ളം ഉപയോഗിച്ച് ഇവിടെ കൃഷി ചെയ്യുകയും ഈ മൃഗങ്ങളുടെ ശല്യം കുറയുകയും ചെയ്താൽ ഈ നാട്ടിലെ പട്ടിണി മാറി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ചോദിക്കാൻ വരുന്ന ഓരോ സ്ഥാനാർത്ഥികളും കേൾക്കേണ്ട ഒരു വാക്കാണ് ബിചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇവർ വലിയ വികസനത്തിൻ്റെ കാര്യങ്ങളൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ജീവിക്കാൻ, ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇവരുടെ സ്വന്തം വീടിനടുത്ത് ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു വളരെ ചെറിയൊരു കാര്യമാണ് ജനപ്രതിനിധികളോട് പറയുന്നത്. ജനപ്രതിനിധികൾ എന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളവരായിരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഒരു വാക്ക് ജനപ്രതിനിധികൾ കേൾക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ഇവിടെയുള്ള വയനാട്ടിലെ ഈ ഒരു കർഷകരുടെയും ഈ ഒരു മലയോര പ്രദേശത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഭയം കൂടാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മാനന്തവാടി രൂപതയിലെ KCMൻ്റെ യുവജന നേതാക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വയനാട് ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പൊതുവായിട്ട് നമുക്ക് യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്ന മഹാസാമ്രാജ്യത്തിലെ 766 ജില്ലകളിൽ വരുന്ന ഒരു പിന്നോക്ക ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത്. ഈ വയനാട് ജില്ലയിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വയനാട്ടുകാർക്ക് സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ നിലവിലില്ല. ഇവിടെ വയനാട്ടുകാരനായി ജനിച്ചുപോയി എന്നതുകൊണ്ട്, വയനാട്ടിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ചുരത്തിലെ ബ്ലോക്കിൽപ്പെട്ടും അല്ലാതെയും മരിച്ചു പോകുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്നൊരു പേര് വെച്ചു എന്നല്ലാതെ അതിനുവേണ്ട സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളോ അവിടെ ഇല്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെടുമ്പോൾ ചുരത്തിലെ ബ്ലോക്കിൽപ്പെട്ട് കുഞ്ഞുങ്ങളും പ്രായമായവരും നമ്മുടെ മാതാപിതാക്കളും കാരണവന്മാരും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ് വയനാട് ജില്ലയ്ക്ക് മാത്രം ഇത്തരത്തിലൊരു അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വയനാട് ജില്ലയോട്, വയനാടിൻ്റെ പിന്നോക്ക വ്യവസ്ഥയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപറ്റം ജനങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പടിഞ്ഞാറത്ര പൂഴിത്തോട് പോലെയുള്ള ബദൽ പദ ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നു. ഇതുവരെ അതിവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ദിവസം തോറും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വന്യമൃഗശല്യങ്ങൾക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇന്ന് വരെ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ ഇതിനു വേണ്ട ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിനോ സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് യുവജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമായിട്ട് ഒരു പറ്റം യുവജനങ്ങൾ തെരുവിലേക്കിറങ്ങും. അത് ഇത്തരത്തിൽ കണ്ടതുപോലെ ആയിരിക്കില്ല, അത് കുറച്ച് ഭയാനകമായിരിക്കും. ഭയാനകമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്നോ അല്ലാതെയോ അല്ല. ഇപ്പോഴത്തെ കടന്നു വരുന്ന ഈ ഇലക്ഷന് വോട്ട് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളത് ഓരോ യുവജനങ്ങളും തീരുമാനിക്കും. ഒരു പറ്റം യുവജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ജയിക്കണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ നേതാക്കന്മാർ എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കേണ്ടവരല്ല, നമ്മളെ നയിക്കേണ്ടവരാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നമ്മളെ നയിക്കേണ്ട ഇവർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ നമ്മളെ ഭരിക്കുമ്പോൾ KCBM പോലുള്ള യുവജന പ്രസ്ഥാനം തീർച്ചയായിട്ടും വയനാടിൻ്റെ ഒപ്പമുണ്ടാകും. വയനാടിൻ്റെ സുസ്ഥിതിക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇറങ്ങിപ്പെടും. കേരള കത്തോലിക്ക സഭയുടെ എല്ലാ ആദർശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനെ നേരിടുകയും ഇവരുടെ കയ്യിൽ നിന്ന് സാധിക്കുമെങ്കിൽ
നമുക്ക് യുവജനങ്ങൾക്ക് ഒരു എഗ്രിമെൻ്റ് തരാൻ ഞങ്ങൾ ആവശ്യപ്പെടും. അതായത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഇത് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചു തരുന്നോ അന്ന് മാത്രമേ നിങ്ങൾക്ക് ഇലക്ഷനെ നേരിടാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് പിന്നീട് അവരെ വേട്ടയാടും. ഈ എഗ്രിമെൻ്റ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം, ആവശ്യപ്പെടാൻ സാധിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത് പാലിക്കപ്പെടുന്നില്ല? നിയമപരമായി ഞങ്ങളതിനെ നേരിടാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അതുപോലെ തന്നെ വയനാടിൻ്റെ എല്ലാ പിന്നാക്കാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ വയനാടിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ വയനാടിൻ്റെ വിദ്യാഭ്യാസ മേഖല ഞങ്ങൾ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാധിക്കുന്നത് അങ്ങനെയാണ്. വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ജോലി, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് സംതൃപ്തരാണോ? ഞങ്ങൾ നിലവിൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ സംതൃപ്തരല്ല. അതിനു വേണ്ട പ്രത്യേകം ഈ പറയുന്നത് പോലെ നമുക്ക് പറ്റിയ ഒരു കോളേജുകളോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പോലുള്ള സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ നിലവിലില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് വന്നാൽ മാത്രമേ ഈ വയനാട്ടിൽ നിന്നും വിദ്യാഭ്യാസമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ ചെയ്തു തരണമെന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ആവശ്യം. ഈ വിദ്യാർത്ഥികളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ആ വയനാട് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ? അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ രാഹുൽ ഗാന്ധി MP അതിൻ്റെ ആളുടെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി MP-യെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു MP ആയിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഈ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയൊക്കെ കാര്യത്തിൽ കാര്യക്ഷമത കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വയനാട് എന്നൊരു പിന്നോക്ക ജില്ല കൂടുതൽ മുൻപന്തിയിലേക്ക് ഉയർന്നു വരും. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥി സമൂഹം ഒരുപാടായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ വയനാട് ജില്ലയിലില്ല. ഈ വയനാട് ജില്ലയെ ഭരണ സംവിധാനം പിന്നോക്ക ജില്ല എന്നുള്ളത് പിന്നോക്ക ജില്ലയായി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ പിന്നോക്ക ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട ഫണ്ടുകളും കാര്യങ്ങളും നമുക്കിങ്ങോട്ട് വരുന്നുണ്ട് എങ്കിൽ പോലും അത് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നാണ് നമ്മൾ കണ്ടെത്തിയ നിലവിലുള്ള നിരീക്ഷണം. വയനാട് ഇപ്പോഴത്തെ യുവജനങ്ങളെ സംബന്ധിച്ചോളം അവരൊക്കെ മാതാപിതാക്കൾ കർഷക കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ഇപ്പോഴും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നടക്കുന്നവരാണ്. ഇപ്പോൾ യുവജനങ്ങൾ നിങ്ങൾ എത്ര പേര് കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്? കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ അല്ലെങ്കിൽ വളരെ കുറവാണ്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് താല്പര്യക്കുറവ് കുറേയൊക്കെ ആളുകളിൽ വന്നെത്താൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം റബ്ബറിന് താങ്ങുവില 180 രൂപയാക്കണമെന്ന് പറഞ്ഞത് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുകയല്ലാതെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ആളുകൾക്ക്, യുവജനങ്ങൾക്ക് ചിന്തിക്കും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ ഉപകാരമൊന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിയുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല, ജീവിച്ചു പോകാനുള്ള സമ്പാദ്യം അവർക്ക് കിട്ടില്ല എന്നുള്ള രീതിയിൽ അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന യുവജനങ്ങൾ കൂടുതലായിട്ടും കൃഷിയിലേക്കോ മറ്റ് വ്യവസായങ്ങളിലേക്കൊന്നും കടന്നു വരാതെ ഇരിക്കുന്നത്. മാനന്തവാടി രൂപതയുടെ KCMന്റെ ഡയറക്ടറായ ഫാദർ സാൻഡോ അമ്പലത്തറ അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഇലക്ഷൻ്റെ ഒക്കെ ചൂട് വളരെയധികം എടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ മാനന്തവാടി വയനാട് ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചിടത്തോളം മാനന്തവാടി രൂപതയിലായാലും യുവജനങ്ങൾ അല്ലേ, ഏകദേശം 10-20 യുവജനങ്ങളുള്ള ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ ഒരു കാടും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലേക്ക് തിരിയുന്ന ഒരു ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു വയനാട് ജില്ലയിൽ. ഇവിടുത്തെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് പഠിച്ച് ജോലിക്കായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പഠിക്കുന്നതനുസരിച്ച് അവർക്കൊരു ജോലി ഇവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകുന്നതുകൊണ്ട് അവരെ നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് നല്ലൊരു സംവിധാനങ്ങൾ, പഠിക്കുന്നതോടൊപ്പം ജോലി നേടാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കപ്പെടുകയാണെങ്കിൽ അവരുടെ കഴിവും അവരുടെ ആരോഗ്യവും അവരുടെ ബുദ്ധിയൊക്കെ ഇവിടെ തന്നെ നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വയനാടൻ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അക്കാദമികളൊന്നും ഇവിടെ പ്രവർത്തിക്കാതാവുന്നുണ്ട്. അത് ഭരണകർത്താക്കളിൽ ഒരു ചിന്ത ഉണരുകയും അവർ അതിനുവേണ്ടി ഇവിടെ സംരംഭങ്ങൾ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ യുവജനങ്ങൾക്കൊരു പക്ഷേ നല്ലൊരു പ്രചോദനമായിരിക്കും. പുറത്തേക്ക് പോകുന്നതൊക്കെ നമുക്കിവിടെ തന്നെ വിനിയോഗിക്കാൻ സാധിക്കുന്നുവെങ്കിലേ അതിന് കാരണമുള്ളൂ. മറ്റൊരു കാര്യം,
ഈ പഠിച്ചിട്ട് ജോലി നേടിയിട്ട് വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ്റെ പ്രായമൊക്കെ നീങ്ങിപ്പോകുന്നു. പിന്നീട് വിവാഹം ആലോചിച്ച് വരുമ്പോൾ വിവാഹമൊക്കെ നടക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ഒരു ജസ്റ്റ് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. ഈ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഇവിടുന്ന് വർഷങ്ങളായിട്ട് ലോക്സഭയിലേക്കും അതുപോലെ നിയമസഭയിലേക്ക് ജയിച്ചു പോകുന്ന സ്ഥാനാർത്ഥികൾ യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകം പദ്ധതികൾ എന്തെങ്കിലും തയ്യാറാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നുണ്ടോ? വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട്. ഇവരെ നിക്ഷേപങ്ങളിൽ വേണ്ടിയും യുവജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ വാഗ്ദാനത്തോടെ പ്രകടന പത്രികയിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും അവർക്ക് ലഭ്യമാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും പേരും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളില്ല. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ കാണുന്നൊരു കാരണമാണ്. അതുകൊണ്ട് അവരുടെ പഠനങ്ങളിലാണെങ്കിലും ജോലികളിലാണെങ്കിലും ഇപ്രകാരം ഇലക്ഷനോടനുബന്ധിച്ച് മാത്രമല്ല, മുമ്പും ഇലക്ഷനോടനുബന്ധിച്ച് കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടും യുവജനങ്ങൾ തൃപ്തിപ്പെടുന്നില്ല. അപ്പോൾ അവരുടെ നേരിട്ട് അനുഭവമാകുമ്പോഴാണല്ലോ അത് അവർക്ക് കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇതുതന്നെയാണ്. ഇനി ഇവിടുന്ന് ജയിച്ചു പോകുന്ന ആരാണെങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം വരും വർഷങ്ങളിൽ തലമുറകൾ മാറുന്നതനുസരിച്ച് യുവജനങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് യുവജനങ്ങൾ ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ സമൂഹത്തിന് ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ എന്തോരം വികസനം ഉണ്ടെങ്കിലും, വികസനം എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള നല്ല ആരോഗ്യമുള്ള യുവജനങ്ങൾ നമുക്ക് ആവശ്യമാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ. അത് മാത്രമല്ല അവരുടെ ബുദ്ധിയും കഴിവുമെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭരണകർത്താക്കൾ ഇടപെടണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യുവജനങ്ങളുടെ മാതാപിതാക്കൾ ഭൂരിഭാഗവും കർഷകരായിരിക്കും, കർഷക കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കില്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ കൃഷിയിലേക്ക് തിരിയുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം അവരുടെ പാരൻസിൻ്റെ അവസ്ഥ, വയനാട്ടിലെ കൃഷിക്കാരുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു മേഖലയിലേക്ക്, ജോലി മേഖലയിലേക്ക് അവർക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ഇവിടെ നല്ല സ്ഥാപനങ്ങളില്ലാത്ത അവസ്ഥയൊക്കെയുണ്ട്. ഈ ഇലക്ഷൻ പ്രമാണിച്ച് എന്തായാലും ഈ ഒരു രൂപത ആസ്ഥാനത്തേക്കും ഇതിനകത്തേക്ക് നമ്മുടെ സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അച്ഛൻ ഇപ്പോൾ രൂപതയിലെ കേസിന് ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്തായിരിക്കും അച്ഛൻ ആവശ്യപ്പെടുക? അവരോട് ആവശ്യപ്പെടാൻ പൊതുസമൂഹത്തിൽ നമ്മളെപ്പോഴും പ്രോത്സാഹനം നൽകുന്നതാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ധാർമ്മികമായിട്ട് ചിന്തിക്കുക, ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ KCUM സംഘടനയുടെ തന്നെയൊക്കെ ഒരു ആശയം നിലനിൽക്കുക. അപ്പോൾ പൊതുസമൂഹത്തിന് വേണ്ടി ഈ പ്രദേശത്ത് എന്തൊക്കെ ആവശ്യമായിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ നമ്മുടെ വയനാടൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് 1972 വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അല്ലെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള കാര്യങ്ങൾ ആ സഭയിൽ സംസാരിച്ച് ഒരു ബില്ല് കൊണ്ടുവരാൻ പാകത്തിന് ഇടപെടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായി ചിന്തിക്കുമ്പോൾ നമുക്കൊരു മെഡിക്കൽ കോളേജില്ല. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തേണ്ടതാണ്. എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും സാധ്യമാകുന്നില്ല. അതുപോലെ തന്നെ ന്യായമായ ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ന്യായമായ വില കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നീട് കൃഷിയിലോട്ട് വരാനുള്ള സാധ്യതയും കുറഞ്ഞു വരികയാണ്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള തലമുറ കൃഷിയെ കണ്ടു പോകുന്ന ആൾക്കാരാണ്. കൃഷി ചെയ്യുന്നവർ വളരെ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ പാരൻസൊക്കെയാണ്, നമ്മുടെ പാരൻസാണ് ഇപ്പോഴും അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള യുവജനങ്ങളോ മാറി വരുന്ന ഒരു തലമുറയോ കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ മറ്റ് പഠന വിഷയങ്ങളും അല്ലെങ്കിൽ ജോലിയുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൃഷി ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിരന്തരം കൃഷിക്ക് പ്രോത്സാഹനം നൽകിയാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. യുവജനങ്ങൾക്കിടയിലും കൃഷിയെ ഒരു ആഭിമുഖ്യം വളർത്തുന്ന രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷേ നേതൃത്വത്തിലുള്ളവർ, ഭരണകർത്താക്കളൊക്കെ അതിനു വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുമ്പോൾ അതൊരു ഉപകാരമായി തീരും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനും KRLCCയുടെ പ്രസിഡൻറ്റുമായ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, ഇലക്ഷൻ്റെ ചൂടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ രൂപതയിലെ വിശ്വാസികൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ ഏതാണ്? നിങ്ങൾക്കറിയാം, ഈ വയനാടിൻ്റെ പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വന്യജീവികളാൽ ആക്രമിക്കപ്പെടുന്ന ജനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. ഏത് ഭരണം വന്നാലും അത് മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടാകണം. കാരണം മൃഗങ്ങളുടെ മുമ്പിലേക്ക് മനുഷ്യരിട്ട് കൊടുക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ മനുഷ്യരെക്കാൾ കൂടുതൽ വില
മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വ്യവസ്ഥയും നല്ലതാണ്. നമുക്ക് മൃഗങ്ങൾക്ക് ഉള്ള സ്ഥാനം മൃഗങ്ങൾക്ക് കൊടുക്കണം, മനുഷ്യനുള്ള സ്ഥാനം മനുഷ്യർക്കും കൊടുക്കണം. പക്ഷേ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് നടത്താതെ വരുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എത്രയോ മരണങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ അതെല്ലാം അത് ഒരു വലിയ പ്രശ്നമാണത്. പിന്നെ ഈ കാർഷിക വിളകൾക്ക് വിലയില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കാപ്പിക്ക് വിലയുണ്ട്, അതേസമയം തേയിലയ്ക്ക് അധികം വിലയൊന്നുമില്ല. അതുപോലെ മറ്റ് പ്രോഡക്ട്സ് അതൊക്കെ വളരെ വിലക്കുറവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു രണ്ടാമത്തെ പ്രശ്നമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, പലപ്പോഴും ഈ മലയിടിച്ചിലും അതുപോലെ മറ്റ് പരിപാടികൾക്ക് നിമിത്തം പല കുടുംബങ്ങളും വിഷമസന്ധിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വയനാട്ടിലൊക്കെ പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഭവനമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. മറ്റുള്ള വലിയ വലിയ പുരോഗമനകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യന് താമസിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റുകളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് വയനാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ തീരപ്രദേശത്ത് നടക്കുന്ന ഒരു CRZ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നിയമമുണ്ട്. അതൊക്കെ അനുസരിച്ച് നമുക്ക് തീരപ്രദേശത്ത് കെട്ടിടങ്ങൾ പണിയാൻ പറ്റില്ല. അപ്പോൾ വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വരുന്നു. ധാരാളം പ്രശ്നങ്ങൾ അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജനത. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റണമെന്നല്ല, പക്ഷെ അതൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഭരിക്കുന്നവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ പുതിയ ഭരണകൂടം വരുമ്പോഴും അങ്ങനെയുള്ള ആളുകളെ മനസാക്ഷി അനുസരിച്ച് തിരഞ്ഞെടുത്തയക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിതാവ്, അങ്ങ് കേരള സീസർ പ്രസിഡൻറ്റും കൂടിയാണ്. കേരളത്തിലെ മുഴുവൻ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന ചില വിഷയങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം അതിരൂപതയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ വലിയൊരു സമരമുഖത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ അതിൽ കേരള സീസറുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു? കേരള സീസറുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞൊരു സമദൂര പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമീപനമാണ് ഇന്ന് വരെയും നമ്മൾ തുടർന്നുകൊണ്ട് പോരുന്നത്. പക്ഷേ ഇപ്പോൾ ചിലർ പറയുന്നത് അതൊരു എന്താ പറയുന്നത്, ശരിയായ സമീപനം എടുക്കണമെന്നുള്ളതാണ്. ഏതായാലും ഈ സമീപനത്തിൽ, അതായത് മൂല്യാധിഷ്ഠിത പ്രശ്നാധിഷ്ഠിത സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമൊന്നും KLCC ഇതുവരെയായിട്ടും വരുത്തിയിട്ടില്ല. പക്ഷെ പലരും പറയുന്നുണ്ട് ഇതിനൊരു മാറ്റം വരണം. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, മനസാക്ഷി അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് ഉപകാരം ചെയ്യുന്ന ജനാധിപത്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത, സോഷ്യലിസം, മതേതരത്വം, ഇവയെല്ലാം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് KLCCയുടെ ഒരു സമീപന രീതിയാണത്. KLCC പിന്നെ ഉള്ള പ്രശ്നങ്ങളൊക്കെ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റുകളെ പലപ്പോഴായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം അതിനെ എല്ലാം കേട്ടു. അതിനുശേഷം ചില പരിപാടികളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അതുപോലെ മറ്റുള്ളവരൊക്കെ കൂടി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കറിയാം, മത്സ്യത്തൊഴിലാളി പ്രശ്നം, അതുപോലെ വിഴിഞ്ഞത്തെ ആളുകളുടെ പേരിലുള്ള കേസുകൾ കുറേയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് അവർ പിൻവലിച്ചു. എന്നാൽ കുറേ കേസുകളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ, അതുപോലെ വിദ്യാഭ്യാസത്തിന് സഹായം കിട്ടിക്കൊണ്ട് ലഭിക്കാതെ വരുന്നു. അതുപോലെ മൈനോറിറ്റിക്കുള്ള അവകാശങ്ങളൊക്കെ കുറയുന്നു. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളിൽ നിന്ന് നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും
എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റിസ് JB ഘോഷി കമ്മീഷൻ്റെ ഇതിപ്പോഴും ഒരു പൂർണ്ണമായ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല കേരളത്തിൽ. ചില ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ചില നീക്കുപോക്കുകൾ നടക്കുന്നതല്ലാണ്ട് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി ഉയർത്തുമോ? JB ഘോഷി കമ്മീഷൻ്റെ കാര്യങ്ങൾ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടൊക്കെ പലർക്കും അറിയാം. അതിൽ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിന് കിട്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അന്വേഷിച്ചതെന്ന് അറിയുന്നത് അതിനെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇതെല്ലാം പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളുടെ ആവശ്യം ആവുന്നതും വേഗത്തിൽ ഈ JB ഘോഷി കമ്മീഷൻ്റെ പഠനങ്ങൾ പ്രാവർത്തികമാക്കണം. പ്രത്യേകിച്ച് ലത്തീൻകാർക്ക് ഉപകാരപ്പെട്ട രീതിയിൽ നടപ്പിലാക്കണം. മൈനോറിറ്റിക്ക് ലഭിക്കാവുന്നതൊക്കെ കൊടുക്കാനായിട്ട് നോക്കണം. എല്ലാ ജനങ്ങൾക്കും കിട്ടാവുന്നത് കൊടുക്കാനായിട്ട് നോക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും പിതാവ്, അവസാനമായിട്ട് നമ്മൾ ഈ ലത്തീൻ കത്തോലിക്കർക്ക് ചില അവഗണനകളെല്ലാം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ അവർ നേരിടുകയാണെങ്കിൽ, നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ഈ ഒരു സമദൂരം എന്ന നിലപാട് അത് മാറ്റി ചിന്തിക്കുമോ? അല്ല, സമദൂരം എന്ന സിദ്ധാന്തമാണ്. അത് എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇന്നുവരെ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം പ്രശ്നാധിഷ്ഠിതവും മൂല്യാധിഷ്ഠിതവും ആയിട്ടുള്ള സമദൂര സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൽ മാറ്റം വരണോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മനസ്സാക്ഷി അനുസരിച്ച് തീരുമാനമെടുത്ത് നമ്മൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെ, നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കണം. ആ സിദ്ധാന്തം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ മാറ്റം വരുത്താനായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് കഴിയും. അവർ പൊളിറ്റിക്കലി കോൺഷ്യസാണ്. നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം അവബോധമുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ അവബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്കും നമ്മുടെ ജനത്തിനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരാവുന്ന ആളുകളെ തിരഞ്ഞെടുത്തയക്കാനായിട്ട് നോക്കേണ്ടത് വലിയ ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. കോഴിക്കോട് രൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനായ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടും രാഷ്ട്രീയകാര്യ സമിതിയിലെ മറ്റ് നേതാക്കന്മാരും നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് രൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? കലാകാലങ്ങളായിട്ട് കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക സഭ നേരിടുന്ന ഒത്തിരി പ്രാദേശിക പ്രശ്നങ്ങളും ഒരു സമുദായം എന്ന നിലയിൽ, പിന്നോക്ക സമുദായം എന്ന നിലയിലും ഒത്തിരിയേറെ പുറന്തള്ളപ്പെടുന്ന ഒരു സമീപനമാണുള്ളത്. പല മേഖലകളിലും, അത് മത്സ്യ മേഖലയായിക്കൊള്ളട്ടെ, അത് നിർമ്മാണ മേഖലയായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ യോജനകൾ കാര്യമായിക്കൊള്ളട്ടെ, സംവരണ മേഖലയായിക്കൊള്ളട്ടെ, ലളിത് ക്രൈസ്തവ മേഖലയായിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഇരട്ടത്താപ്പ് നയമാണ് പലപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ ഇലക്ഷനിൽ രൂപതയുടെ നേതൃത്വത്തിൽ എടുക്കുവാൻ പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉചിതമായ ഒരു മറുപടിയും ഉചിതമായ ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് കൃത്യമായിട്ട് നമ്മെ അറിയിക്കുന്നതനുസരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോകസഭാ മണ്ഡലത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഭാരതത്തിലൊട്ടാകെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവർ പല സംസ്ഥാനങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയും അവിടെ അവകാശം നിഷേധിച്ചുകൊണ്ട് ജയിലിലടക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒത്തിരിയേറെ വൈദികരും സന്യസ്തരും ജയിലിലായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റേയാളെ മതം മാറ്റുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന പേരിൽ കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ കിടക്കുന്ന കേസുകളുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന മണിപ്പൂരിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവിടെയൊക്കെ ഭാരതത്തിൻ്റെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ നിലപാട് എടുത്തിട്ടില്ല എന്നൊരു നഗ്നസത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് മതേതരത്വം എന്നുള്ള ഭരണഘടനയുടെ അഖണ്ഡ ആയിട്ടുള്ള ആ ഒരു ഭാഗം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്, ഒരു ആവശ്യം കൂടിയാണ്. ഇത് മറ്റ് മേഖലയിലേക്ക് എങ്ങനെയാണ് നിങ്ങളിത് തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ കോഴിക്കോട് ഒരു മണ്ഡലത്തിലായാലും വയനാട് മണ്ഡലത്തിലായാലും മലപ്പുറത്തേക്കായാലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാണ്.
നിങ്ങളുടെ ആവശ്യങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ അറിയിക്കുക? നമ്മളെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ന്യൂനപക്ഷക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങളെ സമീപിക്കുവാനും ഞങ്ങളെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ ഞങ്ങളെ താലോലിക്കാനും താലോടാനോടും രാഷ്ട്രീയക്കാർ വരുന്നുള്ളൂ എന്നൊരു സത്യം. ആ സത്യമാണ് ഞങ്ങളെ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് രൂപതയിൽ കേരളത്തിൽ മൊത്തം രൂപീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് രൂപതയുടെ കാര്യം പറയുകയാണ്. കോഴിക്കോട് രൂപതയെ പറ്റി പറയുകയാണെങ്കിൽ കാർഷിക വിപ്ലവം നടത്തിയ കർഷകരുള്ള നാടാണ് വയനാട്. ആ വയനാട്ടിൽ ഇന്ന് കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധ തിരിയുന്നില്ല എന്നുള്ള ഒരു സത്യം വളരെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളൊക്കെ കേട്ട് കാണും. ഒരുപാട് വന്യമൃഗശല്യം, കാർഷിക വിലയിടിവ്, അതുപോലെ മറ്റ് വനം വകുപ്പിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകർ വയനാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഞങ്ങളുടെ ആളുകളുടെ പേരിലുണ്ടായിരുന്ന കേസ്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിൻ്റെ പേരിലുണ്ടായ ഒട്ടനവധി കേസുകൾ ഇലക്ഷന് തൊട്ട് മുമ്പാണ്, ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ അത് പിൻവലിക്കുന്നത്. അവിടെയൊക്കെ അവരുടെ ഒരു അജണ്ട കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കടയിലുള്ള ഏറ്റവും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ വികസനം പൂർണ്ണമാവുന്നത്. ഞങ്ങളുടെ പല ആവശ്യങ്ങളും ന്യായമായ ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല. ഞങ്ങൾ കാലാകാലങ്ങളിലായിട്ട് സർക്കാരുകളുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. ഏത് സർക്കാർ വന്നാലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പത്ത് ഇരിക്കുക എന്നല്ലാതെ അതിലടങ്ങിയ ഉള്ളടക്കത്തിലുണ്ടായ വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാനോ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കാനോ ഒരു മന്ത്രിയോ നിയമസഭയോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം ഞങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കൊരു സർട്ടിഫിക്കറ്റ് പോയാൽ വില്ലേജ് ഓഫീസ് മുതൽ കളക്ടറേറ്റ് വരെ ഞങ്ങൾ കയറി ഇറങ്ങുകയാണ്. കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒന്നാമത് കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന ഈ ഒരു അവസ്ഥയിൽ അവർക്ക് വേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരെ കുട്ടികളെ പഠിപ്പിക്കണം, അവരെ കുടുംബം മുന്നോട്ട് പോകണം. ഇതിനൊന്നും ഒരു മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് തയ്യാറാക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടം ഈ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അടിയുറച്ച് മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ സമുദായത്തിന് ആരാണോ സംരക്ഷണം നൽകുന്നത്, ന്യായമായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരാണോ നടപ്പിലാക്കി തരുന്നത്, അവർക്ക് ഞങ്ങളുടെ വോട്ട്, ആ വോട്ട് ഞങ്ങൾ ഏകോപിപ്പിക്കും, യാതൊരു സംശയമില്ല. ഈ വർഷത്തെ ഇലക്ഷനിൽ അത് കൃത്യമായി ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പെട്ടിയിലേക്ക് വീഴാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം ഞങ്ങൾ നോക്കുന്നില്ല. ഒരു കൃത്യമായ പലർക്കും തോന്നലുണ്ട് ക്രിസ്ത്യാനികൾ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന്. അല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരുന്നത് ആരാണോ അവരെ പെട്ടിയിലേക്ക് ഞങ്ങളുടെ വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഈ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോഴിക്കോട് രൂപതയുടെ മീഡിയ കമ്മീഷൻ ഇൻചാർജായ സാൻജോസ് അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് രൂപത ആസ്ഥാന കേന്ദ്രങ്ങളൊക്കെ അവർ വരുന്നുണ്ട്. എന്തെല്ലാം ആവശ്യങ്ങളാണ് നമ്മളവരോട് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാനമായും കോഴിക്കോട് നഗരത്തെയും കോഴിക്കോട് രൂപതയെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി വൈവിധ്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കോഴിക്കോട്. യുനെസ്കോ തന്നെ സാഹിത്യ നഗരമാക്കി പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. കോഴിക്കോട് രൂപതയെ സംബന്ധിച്ചോളം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അങ്ങേയറ്റം ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം ജനങ്ങളുടെ ഒരു വിധപ്പെട്ട പ്രശ്നങ്ങളിലേക്കൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ കടന്നു ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ ഊന്നി പറയുകയാണ്. കോഴിക്കോട് രൂപതയെ സംബന്ധിച്ചോളം മലപ്പുറം, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ആണ് വ്യാപിച്ചു കിടക്കുന്നത്. പള്ളികളും ജനങ്ങളുമുള്ളത് അവിടെയാണ്.
പലപ്പോഴും ജനങ്ങൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്തിയ വന്യജീവി പ്രശ്നങ്ങൾ. അതിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, നല്ല രീതിയിൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ജനങ്ങൾ ഒരു പരിധിവരെ അവർ അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഒക്കെ ആ സമയത്ത് വളരെ ധൃതിയിൽപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവമായുള്ള കാര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആശങ്കയോടെ കാണുന്നത് തന്നെയാണ്. അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു അധികാര ശ്രേണിയിലെത്തുന്ന ആളുകളും വന്നാൽ മാത്രമേ ജനങ്ങളുടെ ഇങ്ങനെയുള്ള ജീവിതത്തെ തൊടുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പലപ്പോഴും പല യുവാക്കൾ, പ്രത്യേകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊത്തിരി അസ്വസ്ഥരാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജോലി ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ സർക്കാർ മേഖലയിൽ തന്നെ വലിയ അഴിമതികൾ നടക്കുന്ന ഒരു PSC ടെസ്റ്റുകളൊക്കെ എഴുതി തീർത്തിട്ട് പോലും പലപ്പോഴും അവർ നിരാശയോടെയാണ് സമീപിക്കുന്നത്. അത്രയും പഠിച്ച് ഇതായിട്ടും പലപ്പോഴും അഴിമതിയിലൂടെ പല ആൾക്കാരും ഉദ്യോഗത്തിലൂടെ കയറിപ്പോകുമ്പോൾ ഇവരിപ്പോഴും നിസ്സംഗതയോടെ വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമരങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിലും അതിനുള്ള വ്യക്തമായൊരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ജനപ്രതിനിധികളിൽ നിന്ന് കിട്ടുന്നില്ല അവർക്ക്. അപ്പോൾ യുവജനങ്ങളും അങ്ങേയറ്റം അസ്വസ്ഥരാണ്. അപ്പോൾ ഇനി വരാനുള്ള ഒരു സർക്കാർ ഈ പ്രശ്നങ്ങളൊക്കെ അവരുടേത് ഭാഗമാക്കി മാറ്റി ഈ പ്രശ്നങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരങ്ങളും അതിനുള്ള തീർപ്പും കൽപ്പിക്കണമെന്നാണ് കോഴിക്കോട് രൂപതയെ സംബന്ധിച്ചോളം, കോഴിക്കോടിൻ്റെ ഈ പശ്ചാത്തലത്തെ സംബന്ധിച്ചോളം എനിക്ക് പറയാനായിട്ടുള്ളത്.